ഒരു തോട്ടാണ് ഇത്. കുറച്ച് ദിവസം ഇങ്ങനെ കളിക്കുന്നത്, മൈൻഡിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്ന ഒരു തോട്ട്. സംഭവം വെച്ചാൽ പൈലറ്റ് ഇല്ലേ, പൈലറ്റ് ഷിപ്പിന്റെ സെയിലർ, ലോക്കോ പൈലറ്റ്, റോട്ടിൽ ഓടിക്കുന്ന ഡ്രൈവർ. ഈ പൈലറ്റും ലോക്കോ പൈലറ്റ് സെയിലർ ഇവർക്ക് ഭയങ്കര വിലയായിരിക്കും. ഭയങ്കര വിലയല്ല, ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വില. ഈ സാധാ നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന നമ്മളെ ഡ്രൈവറിന് ഒരു വിലയും ഉണ്ടാവില്ല. സംഭവം ഈ പൈലറ്റ് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും പൈലറ്റിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി ഫ്ലൈറ്റിൻ്റെ എന്തോ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഫ്ലൈറ്റ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് ബാക്കി ഇതും ഈ അത്രയും റിസ്ക് എടുത്തിട്ട് അത്രയും എന്താ പറയണ്ട, ഒരു സെക്കൻഡ് കണ്ണ് തെറ്റിപ്പോയാൽ പാളുന്ന സംഭവമാണ് റോട്ടിൽ കൊടുക്കുന്ന ഡ്രൈവർമാർ. ഒരിക്ക് വിലയില്ല. ഈ ഫസ്റ്റ് പറഞ്ഞ മൂന്നാക്കും ഭയങ്കര വില. എല്ലാവരും ചെയ്യുന്ന ജോലി ഒന്നല്ലേ, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സെയിം വില കൊടുക്കണ്ടേ. ഒരിക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ മൂന്നാക്ക് കിട്ടുന്ന വില കിട്ടുന്നില്ല? ഈ വിലയില്ലാത്ത ഈ റോട്ടിൽ കൊടുക്കുന്ന ഡ്രൈവർമാരില്ല, ഒരു 2-3 ദിവസം അടുപ്പിച്ചിട്ട് ഒരു പണിമുടക്ക് വെച്ചാൽ തീരാന്ന പ്രശ്നം നമ്മളേ ഉള്ളൂ. നമ്മളെ അന്നങ്ങ് നിൽക്കും. ഓല അങ്ങ് ലോറിയിൽ സാധനം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് നിൽക്കും. എല്ലാവർക്കും ഒരേ വില കൊടുക്കണ്ടേ? ഈ മൂന്നാളെ വേറെ മൈൻഡിൽ കാണാം, ഇതിൽ കാണാം. എന്താ പറയണ്ട, ഈ റോട്ടിൽ കൊടുക്കുന്ന ഡ്രൈവർ വേറെ ഇത് കാണാം. ശരിക്കും പറഞ്ഞാൽ ശരിയായ ഏർപ്പാടല്ലല്ലോ അത് ശരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരല്ല അത്. എല്ലാവരും ചെയ്യുന്ന ജോലി ഒരേതല്ലേ? കമന്റ് ചെയ്യാം. ആ ഫസ്റ്റ് പറഞ്ഞ മൂന്നാൾക്ക് കൊടുക്കുന്ന അതേ വില ഡ്രൈവറിനെ കൊടുക്കണ്ടേ? കമന്റ് ചെയ്യാം കേട്ടോ, അത് കമന്റ് ചെയ്യാം. അപ്പം നമ്മൾ എന്താക്കണം, എല്ലാവർക്കും ഒരേ വില കൊടുക്കണ്ടേ?